പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയതിനെ തുടർന്ന് വരുൺ ഒരു നിമിഷത്തേക്ക് ഞെട്ടിപ്പോയിരിക്കുകയാണ്. മാത്രവുമല്ല, ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ആകെ വരുണിനെ കുഴപ്പിക്കുന്നു. ബാങ്കിലെ കാര്യമെല്ലാം പുറത്തായുകയാണ് എങ്കിൽ ഇനി എന്ത് ചെയ്യും എന്ന് വരുൺ ആലോചിക്കുമ്പോഴാണ് വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഈ നോട്ടീസിന് പിന്നിൽ കളിച്ചത് വരുണാണ് എന്നുള്ള കാര്യം കൺമണി അറിയാൻ ഇടയായിരിക്കുകയാണ്. ഇതോടെ കൺമണി വരുണിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. അപ്രതീക്ഷിതമായ ഈ വരവ് വരുണിനെയും വീട്ടുകാരെയും ഒരു നിമിഷത്തേക്ക് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വരുൺ കൺമണിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. കൺമണി, ഇങ്ങനെയൊരു വരവ് ഞാൻ പ്രതീക്ഷിച്ചതല്ല. എന്തു പറ്റി കൺമണി ഇത്ര പെട്ടെന്ന് കടന്നു വരാൻ? എന്തായാലും നീ ഇവിടേക്ക് ഒരു ദിവസം വരേണ്ടവൾ തന്നെയല്ലേ? ഇത് കേട്ടതിനെ തുടർന്ന് കൺമണി, ഞാൻ നിന്റെ സ്വീകരണം സ്വീകരിക്കാനൊന്നുമല്ല വന്നത്. എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതേപ്പറ്റി ചോദിക്കാനാണ് വന്നത്. എനിക്ക് സത്യങ്ങൾ അറിയണം. ഈ ശബ്ദം കേട്ട് അവിടേക്ക് വരുണിന്റെ അച്ഛനും കടന്നു വരുന്നു. എന്തുപറ്റി കൺമണി? എന്താണ് ഇവിടെ നടക്കുന്നത്? ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ബാങ്കിൽ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് ഇവിടേക്ക് വരേണ്ടി വന്നത്. ഈ വക്കീൽ നോട്ടീസിന്റെ പിന്നിൽ കളിച്ചത് വരുണാണോ? സത്യം എന്നോട് പറയണം. ഇത് കേൾക്കുന്ന വരുൺ ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ദൈവമേ, സത്യങ്ങളെല്ലാം പുറത്തു വന്നു എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഇതേ തുടർന്ന് വരുൺ, ഞാൻ എന്തിന് ഈ കാര്യമൊക്കെ ചെയ്യണോ? വക്കീൽ നോട്ടീസിന്റെ കാര്യം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ ഞാൻ എങ്ങനെ അറിയാനാണ്? ഞാനല്ലല്ലോ കടം വാങ്ങിച്ചത്, നിങ്ങളല്ലേ. അപ്പോൾ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് നിങ്ങളല്ലേ. അത് എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഇത് കേൾക്കുന്ന കൺമണി, വരുൺ, നീ കിടന്ന് ഉരുളുകയൊന്നും വേണ്ട. എല്ലാ കാര്യവും കൃത്യമായി അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. എനിക്കറിയാം ഈ ചതിക്ക് പിന്നിൽ കളിച്ചത് നീ തന്നെ ആണ് എന്നുള്ള സത്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ കാര്യം ചോദിക്കുന്നതിനായി ഇവിടേക്ക് വന്നത്. മാത്രവുമല്ല, എന്നെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയാണ് നീ ഈ ചതി ചെയ്തത് എങ്കിൽ ഒരിക്കലും അത് ശരിയായ കാര്യമല്ല വരുൺ. മാത്രവുമല്ല, നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. തന്ത്രത്തിൽ എന്നെ മെരുക്കാമെന്നുള്ള വിചാരമാണ് മനസ്സിൽ ഉള്ളത് എങ്കിൽ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. ഒരിക്കലും നിന്റെ ആഗ്രഹം നടക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ നിന്റെ മുഖത്ത് നോക്കി പറയാനാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത്. നമ്മൾ തമ്മിലുള്ള വിവാഹം നടക്കും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇനി നിനക്ക് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്രതീക്ഷിതമായ ഈ തിരിച്ചടി വരുണിനെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് എന്തു ചെയ്യും എന്നറിയാതെ വരുൺ പകച്ചു പോകുന്നു. കൺമണി, ഞാൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ദയവായി നീ വിശ്വസിക്കണം. എനിക്ക് അതാണ് നിന്നോട് പറയാനുള്ളത്. ചി, മാറി നിൽക്കടാ. എനിക്കറിയാം നീ മനഃപൂർവ്വം ഞങ്ങളെ കൊടുക്കാൻ ശ്രമിച്ചതാണ് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സത്യങ്ങളെല്ലാം വെളിച്ചത്ത് വന്നത്. ഈ പ്രഷർ ഞങ്ങളിൽ ഉണ്ടാക്കിയതിന് ശേഷം എന്നെ സുഖമായി വിവാഹം കഴിച്ച് ജീവിക്കാം എന്നുള്ള തോന്നലാണ് നിനക്കുണ്ടായത്. അതെനിക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ കാര്യം നിന്നോട് വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. ഇനി വിവാഹത്തിന്റെ കാര്യം പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വന്നു പോകരുത്. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. വിവാഹമല്ല, നീയുമായിട്ടുള്ള ഒരു ഇടപാടിനും ഇനി ഞാനില്ല. മനസ്സിലായോ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് കൺമണി ഇറങ്ങിപ്പോകുന്നു. ഇതോടെ വരുണാകെ തിരിച്ചടി കിട്ടി. എന്തു ചെയ്യണം എന്നറിയാതെ നിൽക്കുമ്പോഴാണ് വരുണിന്റെ അച്ഛൻ മുന്നിലേക്ക് വരുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അത് വൃത്തിയായി ചെയ്യണം.
ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള തിരിച്ചടിയെല്ലാം ഉണ്ടാകും. നീ കാര്യങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഇതോടെ വരുൺ, ഇതുകൊണ്ടൊന്നും ഞാൻ പിന്മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ അവളെ എൻ്റെ ഭാര്യയാക്കി തീർക്കുക തന്നെ ചെയ്യും. അത് ഉറപ്പ് തന്നെയാണ്. എന്നാൽ ഇതിനിടയിലാണ് ക്രിഷ് മാനസികമായുള്ള വിവാഹം വേണ്ടെന്ന് വെക്കുന്നത്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.